വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം ഇന്ത്യയും യു എസും തമ്മിൽ നല്ല റിലേഷൻഷിപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പുതുതായിട്ട് യു എസിൽ ഇലക്ട് ചെയ്യപ്പെട്ടുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യനെ ത്രട്ടൺ ചെയ്തിട്ടാണുള്ളത്. 100% ടാരിഫ് ഇന്ത്യക്കെതിരെ ചുമത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള റീസൺ എന്താണെന്നും അത് കൊണ്ടുള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ ഒരു ടാരിഫ് ഇന്ത്യക്കെതിരെ ചുമത്തുമെന്ന് പറഞ്ഞിട്ടുള്ളത്? അത് ഇന്ത്യക്കെതിരെ മാത്രമല്ല ബ്രിക്സ് കൺട്രീസിന് മുഴുവനായിട്ടും ചുമത്തുമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ഡീഡോളറൈസേഷൻ ആണ്. അത് നമുക്കറിയാം, ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും മെയിൻലി ബ്രിക്സ് കൺട്രീസ് അതുപോലെ വേറെ കൺട്രീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡീഡോളറൈസേഷൻ ചെയ്യാൻ നോക്കുന്നത്. എന്താണ് ഡീഡോളറൈസേഷൻ? ഡീഡോളറൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, വേൾഡിലെ എല്ലാ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസും ഒരു 90% ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നത് ഡോളർ വെച്ചിട്ടാണ്. എന്നാൽ ഈ ഡോളറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഡിപ്പെൻഡൻസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പല രാജ്യങ്ങളും ബ്രിക്സ്, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അതിന് പകരമായിട്ട് പുതിയൊരു കറൻസി കൊണ്ടുവരികയോ അല്ലെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് കറൻസിനെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കാനോ ആണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രിക്സും അതുപോലെ പല തരത്തിലുള്ള ഗ്രൂപ്പ്സും ഈ ഒരു കാര്യം ഡീഡോളറൈസേഷൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഡോളറിനെ ഒഴിവാക്കി നമ്മളുടെ കറൻസിയോ അല്ലെങ്കിൽ വേറെ പുതിയൊരു കറൻസിയോ ഉണ്ടാക്കാൻ വേണ്ടി. കാരണം ഡോളർ എന്ന് പറയുന്നത് നമുക്കറിയാം വേൾഡിൽ ഫുള്ളായിട്ട് അംഗീകരിച്ച ഒരു കറൻസിയാണ്. അപ്പം അതിലെന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ വേൾഡിൽ മുഴുവനായിട്ട് അത് ബാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു എഫക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡീഡോളറൈസേഷൻ എന്ന ഒരു പ്രോസസ്സിലേക്ക് പോകുന്നത്. എന്നാൽ ട്രംപ് പറഞ്ഞുള്ള ഡീഡോളറൈസേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ആ പോകുന്ന കൺട്രീസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, 100% ടാരിഫ് ചുമത്തുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ട്രേഡും കാര്യങ്ങളൊക്കെ നടക്കില്ല. അത് മാത്രമല്ല, ഈ യു എസിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, യു എസ് എന്തെങ്കിലും സാങ്ഷൻസ്, എക്കണോമിക് സാങ്ഷൻസ് വെക്കുമ്പോൾ ആ ഒരു രാജ്യത്തിന് വേണ്ടി മാത്രമല്ല വെക്കുക. അവർ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യും. ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ട്രേഡോ കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ രാജ്യത്തിനും കൂടി നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സാങ്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള എക്സാമ്പിൾ ആണ് ഇറാൻ. ഇറാനിൽ അവർ സാങ്ഷൻ വെച്ചാലും കറക്റ്റായിട്ട്, അതേപോലെ ചൈന, ഇറാനും ചൈനയും അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാങ്ഷൻ വെച്ചിട്ട് ഇവർ ആരാണോ ഇവരുമായിട്ട് ട്രാൻസാക്ഷൻസും ട്രേഡും ഒക്കെ നടത്തുന്നത് അവർക്കെതിരെയും നമ്മൾ എന്ത് ചെയ്യും, സാങ്ഷൻസ് വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സാങ്ഷൻ വെച്ച് കഴിഞ്ഞാൽ മറ്റു കൺട്രീസ്, ഇന്ത്യയുമായിട്ട് ട്രേഡ് ചെയ്യുന്ന മറ്റു കൺട്രീസ് എന്ത് ചെയ്യും, ഇന്ത്യയുമായിട്ട് ട്രേഡ് ചെയ്യുന്നതിൽ നിന്നും മാറി നിൽക്കും. ആ ഒരു പ്രശ്നമാണ് ഇന്ത്യക്ക്. അതുകൊണ്ട് തന്നെ ഡീഡോളറൈസേഷൻ പ്രൊമോട്ട് ചെയ്യണം. എന്ന അതേസമയം യു എസിനെ നമുക്ക് വെറുപ്പിക്കാനും പറ്റില്ല. ആ ഒരു സ്റ്റേജിലാണ് ഇന്ത്യ ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഇന്ത്യയും യു എസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കിയാൽ ഡിഫൻസ് സെക്ടറിലാണെങ്കിൽ ഡിഫൻസിൽ ഇന്ത്യനെ യു എസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, മേജർ ഡിഫൻസ് സപ്ലയർ ആയിട്ടാണ് ഇന്ത്യനെ കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ട്രേഡിലാണെങ്കിൽ ട്രേഡിംഗ് പാർട്ണർ, വൺ ഓഫ് ദി ബെസ്റ്റ് ട്രേഡിംഗ് പാർട്ണർ ആയിട്ടാണ് ഇന്ത്യനെ അവർ കാണുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇന്ത്യയും യു എസും തമ്മിലുള്ള ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് സർപ്ലസ് ആണ്. അതായത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ട് ചെയ്യുന്നോ അതിൽ കൂടുതലായിട്ട് നമ്മൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. അതായത് നമുക്കത് ലാഭമാണ്, ഇന്ത്യക്ക് അത് ലാഭമാണ് യു എസുമായിട്ട് ട്രേഡ് നടത്തുന്നത്. ബാക്കിയുള്ള ഒരുപാട് ക്വാഡ് പോലത്തെ ഒരുപാട് ഗ്രൂപ്പ്സിലൊക്കെ ഇന്ത്യയും യു എസും ഒരുമിച്ച്, അതുപോലെ തന്നെ അതുപോലെ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ, നമുക്കറിയാം യു എൻ സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനന്റ് ആയിട്ടുള്ള ഒരു മെമ്പറാണ് യു എസ് എന്ന് പറയുന്നത്. അവർ നമുക്ക് എതിരായി കഴിഞ്ഞാൽ അവിടെ 2 മെമ്പേഴ്സ് നമുക്ക് എതിരായിട്ട് തന്നെ വരുന്നുണ്ട്, യു എസും ചൈന പോലത്തെ കൺട്രീസും ഒക്കെ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മളവിടെ യു എസുമായിട്ട് പ്രശ്നം ആയിക്കഴിഞ്ഞാലുള്ള ഒരുപാട് കോൺസിക്വൻസസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. സാങ്ഷൻസ് മാത്രമല്ല, വേറെ നമ്മുടെ ഫോറിൻ ഗ്രൂപ്പ്സ്, അതായത് ഒരുപാട് ഇന്റർനാഷണൽ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. ആ ഗ്രൂപ്പ്സിലൊക്കെ ഇന്ത്യക്ക് എന്ത് ചെയ്യും, ഒരു ഒപ്പണന്റ് ആയിട്ട് യു എസും കൂടി വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമായി മാറുന്നതാണ്. ഈ ഡീഡോളറൈസേഷൻ എന്ന പ്രോസസ്സിൽ നിന്ന് ഇന്ത്യക്ക് അത്ര പെട്ടെന്ന് മാറി നിൽക്കാൻ പറ്റില്ല. കാരണം യു എസ് ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് റഷ്യ പോലത്തെ കൺട്രീസ് ആണ്. നമുക്കറിയാം ഇന്ത്യക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് റഷ്യ എന്ന് പറയുന്നത്. കാരണം ഒന്ന്, വൺ ഓഫ് ദി ഡിഫൻസ് സപ്ലയർ ആണ്, നമ്മളുടെ ഡിഫൻസ് സപ്ലയർ ആണ് റഷ്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചൈനയുമായിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് റഷ്യ. ചൈനയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന റഷ്യ സപ്പോർട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അത് കോംപ്രമൈസിൽ എത്തിക്കാൻ റഷ്യ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റഷ്യനെ അങ്ങനെ തള്ളിക്കളയാനും പറ്റില്ല. ഓക്കെ, ഇതാണ് ഇപ്പൊ കറന്റ് ഇന്ത്യയും യു എസും തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയി കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.